പല്ലിശ്ശേരി ടൈംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളൊരു പരമ്പര ആരംഭിക്കുകയാണ്. ഇന്ത്യൻ സിനിമയിലെ മഹാനായ നടൻ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ജീവിതവും സിനിമയും ആസ്പദമാക്കിയാണ് ഈ പരമ്പര. പ്രിയപ്പെട്ട മമ്മൂക്ക എന്നാണ് ഈ പരമ്പരയ്ക്ക് പേരിട്ടിരിക്കുന്നത്. അടുത്തറിയാവുന്ന എല്ലാവരുടെയും പ്രിയങ്കരനായ ഈ വലിയ മഹാനടനെ ഞങ്ങൾ അഭിമാനപൂർവ്വം അദ്ദേഹത്തിന്റെ പരമ്പര ആരംഭിക്കുകയാണ്. പരമ്പര ആരംഭിക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ട് മമ്മൂട്ടി എന്നുള്ള ചോദ്യം ചിലരൊക്കെ ഞങ്ങളോട് ചോദിച്ചു. ഇന്ത്യൻ സിനിമ എടുക്കുമ്പോൾ, മലയാള സിനിമ എടുക്കുമ്പോൾ മലയാളികൾക്ക് നെഞ്ചിലേറ്റാൻ പറ്റിയ വിവിധങ്ങളായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച, അസൂയ നിറഞ്ഞ അഭിനയ മുഹൂർത്തങ്ങളെ സമ്മാനിച്ച നമ്മുടെ നടൻ, നമുക്ക് അഭിമാനിക്കാവുന്ന നടൻ, മലയാളത്തിലെ പ്രിയങ്കര നടൻ മമ്മൂട്ടിയല്ലാതെ മറ്റൊരു പേരും ഞങ്ങൾക്ക് ഓർമ്മിക്കാനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് പ്രിയപ്പെട്ട, നമുക്ക് പ്രിയപ്പെട്ട, ഏവർക്കും പ്രിയപ്പെട്ട ഇന്ത്യൻ സിനിമയുടെ ആത്മാവ് വിദേശങ്ങളിൽ എത്തിച്ച പ്രിയപ്പെട്ട മമ്മൂട്ടിയുടെ പരമ്പര ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. എന്താണ് ഈ നടന്റെ മറ്റു യോഗ്യതകൾ? വെറും നടൻ മാത്രമല്ല, നല്ല മനുഷ്യ സ്നേഹിയാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സ്ത്രീകളോട് പ്രത്യേകിച്ച് ആദരവോടിക്കുന്ന ഒരു നടനാണ്. ഇന്നേ വരെ ഈ നടനെ കുറിച്ച് ഗോസിപ്പ് ഗോളകളിൽ പോലും ഒരു വാർത്ത പോലും വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ നടന്റെ മനുഷ്യത്വപരമായ അഭിനയപരാധീനം ഉള്ള മറ്റൊരാളെ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞങ്ങൾ ഈ പരമ്പരയ്ക്ക് പ്രിയപ്പെട്ട മമ്മൂക്ക എന്ന് പേരിട്ടത്. ചെമ്പ് എന്നുള്ള ഗ്രാമം കോട്ടയം ജില്ലയിലാണ്. ഈ കോട്ടയം ജില്ലയിലെ ചെമ്പിലാണ് ഈ മമ്മൂട്ടി ജനിച്ചത്. മമ്മൂട്ടി ജനിക്കുന്നതിന് മുമ്പ് ചെമ്പിന്റെ പ്രസക്തി ഉണ്ടായിരുന്നു. വേലിപ്പറമ്പ് തളവയുടെ സൈന്യങ്ങളെ കേന്ദ്രീകരിച്ചിരുന്ന നാട്ടുരാജ്യങ്ങളുടെ ഒരു കേന്ദ്രമുണ്ടായിരുന്നു. ആ നാട്ടുരാജ്യങ്ങളുടെ കേന്ദ്രം ചെമ്പായിരുന്നു. അതിന്റെ സൈന്യാധിപൻ ചെമ്പിലെ അരയനായിരുന്നു. ചരിത്രം പരിശോധിക്കുമ്പോൾ ചെമ്പിലെ അരയനെ കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ കഴിയും. അങ്ങനെ ചെമ്പിന്റെ അഭിമാനമായിരുന്ന ചെമ്പിൽ അരയൻ, അതിനൊരു കാലഘട്ടം കഴിയുന്നു. ചെമ്പിൽ അരയന് ശേഷം പിന്നെ ചെമ്പ് അറിയപ്പെട്ടത് വലിയ എഴുത്തുകാരനായ പ്രശസ്ത നോവലിസ്റ്റ് ചെമ്പിൽ ജോണിലൂടെയാണ്. അങ്ങനെ ചെമ്പിൽ ജോൺ എഴുതിയ കഥകളും നോവലുകളും വായിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ചെമ്പിൽ ജോൺ എന്ന് പറഞ്ഞിരുന്ന ആ ഗ്രാമത്തിന് പിന്നീട് കിട്ടിയ വലിയ സമ്മാനമാണ് നമ്മുടെ മമ്മൂട്ടി. ചെമ്പിലെ പാണപ്പറമ്പിൽ ഇസ്മയിലിന്റെയും ഫാത്തിമയുടെയും മകനായിട്ടാണ് മുഹമ്മദ് കുട്ടി ജനിച്ചത്. മുഹമ്മദ് കുട്ടി ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഈ അച്ഛനമ്മമാർക്ക് ഏറെ പ്രതീക്ഷയുണ്ടായിരുന്നു. തങ്ങളുടെ മകൻ ഒരു ആൺകുട്ടിയായിരിക്കുമെന്നുള്ള പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. ആൺകുട്ടിയാണെങ്കിൽ എങ്ങനെയായിരിക്കണം വളർത്തേണ്ടത്, അവൻ ആരായി വളർത്തണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ദമ്പതികൾ ആഗ്രഹിച്ചു, ജനിക്കുന്നത് ആൺകുട്ടിയാണെങ്കിൽ അവനെ ഒരു ഡോക്ടറാക്കി വളർത്തണം, ഈ കുടുംബത്തിൽ ഒരു ഡോക്ടർ ഉണ്ടാവണം. ആ രീതിയിലാണ് ആ ദമ്പതികൾ തങ്ങൾ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ച് ഓർത്തിരുന്നത്. കുഞ്ഞ് ജനിച്ചു, മുഹമ്മദ് കുട്ടി എന്ന് പേരിട്ടു. 4-ാമത്തെ വയസ്സിൽ ഓത്തു പഠിക്കാൻ പറഞ്ഞയച്ചു. വളരെ രസികനായിരുന്നു മുഹമ്മദ് കുട്ടി. എല്ലാവരോടും സ്നേഹം. പുറത്തേക്ക് പോകുമ്പോൾ ബാപ്പയും ഉമ്മയും പ്രത്യേകം പറഞ്ഞിരുന്നു, മോനെ ആരുമായിട്ടും വഴക്കൂടരുത്, ആരോടും ദേഷ്യം കാണിക്കരുത്, നമ്മൾ നല്ല കുട്ടിയായി വളരണം, അതാണ് നമുക്ക് നന്മ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ഓത്തുപള്ളിയിലെയും വീട്ടിലെയും ഉപദേശങ്ങൾ കേട്ടുകൊണ്ട് മുഹമ്മദ് കുട്ടി വളർന്നു. മുഹമ്മദ് കുട്ടിയോട് ഇടയ്ക്ക് പറയുമായിരുന്നു, നീ ഡോക്ടറെ വേണ്ടവരാണ്, നീ ഡോക്ടറായി വന്നിട്ട് ഉമ്മയെയും ബാപ്പയെയും ഈ ഗ്രാമത്തിനെയും ചികിത്സിക്കേണ്ടവരാണ്. അപ്പൊക്കെ മുഹമ്മദ് കുട്ടി ചിരിക്കും. പക്ഷേ മുഹമ്മദ് കുട്ടിയുടെ മനസ്സിൽ ഡോക്ടറാകാനുള്ള ആഗ്രഹമായിരുന്നില്ല. മുഹമ്മദ് കുട്ടി കലാകാരനായിരിക്കണം, ഒരു സിനിമാ നടനാവണം. ഇതായിരുന്നു മുഹമ്മദ് കുട്ടിയുടെ മനസ്സിലെ സങ്കല്പം. അതിന് പ്രധാന കാരണം വീടിനടുത്താണ് സിനിമാ തിയേറ്റർ ഉണ്ടായിരുന്നത്. ആ സിനിമാ തിയേറ്ററിൽ മിക്ക സിനിമകളും കാണുമായിരുന്നു. അന്നത്തെ സിനിമയിൽ MGR, ശിവാജി ഗണേശൻ, പ്രേംനസീർ തുടങ്ങിയവരാണ് നിറഞ്ഞു നിന്നത്. അതിൽ തന്നെ ഏറ്റവും ഇഷ്ടം MGR-നെയായിരുന്നു. MGR കുതിരപ്പുറത്ത് വരുന്നു, വാൾപ്പയറ്റ് നടത്തുന്നു, കുന്നും കൊണ്ടടിക്കുന്നു, ശത്രുക്കളെ അടിച്ച് നിലം പലിശാക്കുന്നു. അങ്ങനെ തനിക്കും MGR-നെ പോലെ വലിയ നടനായി
എതിരാളികളെ അടിച്ചു വീഴ്ത്തണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് മുഹമ്മദ് കുട്ടി വളർന്നു വന്നത്. അങ്ങനെ അച്ഛൻ വാപ്പയുടെയും ഉമ്മയുടെയും ആഗ്രഹം ഡോക്ടർ ആവാൻ ആയിരുന്നെങ്കിലും അത് നിഷേധിച്ചില്ല മുഹമ്മദ് കുട്ടി. എല്ലാം സമചിത്തയോടെ പാലിച്ചുകൊണ്ട് മുഹമ്മദ് കുട്ടിക്ക് വളർന്നു വരികയാണ്. അപ്പൊ ഇടയ്ക്ക് ഒരു ബാലനടനാവണം എന്നുള്ള ആഗ്രഹം, പത്രത്തിലെ ഒരു പരസ്യം കണ്ടു, ബാലനടനെ ആവശ്യമുണ്ട് എന്നുള്ളത്. മുഹമ്മദ് കുട്ടിക്ക് അതിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ വീട്ടിലറിഞ്ഞാൽ സിനിമയ്ക്ക് പറഞ്ഞയക്കില്ല. ബാലനടനായിട്ട് അഭിനയിക്കാൻ അപേക്ഷ അയക്കാൻ വീട്ടിൽ സമ്മതിക്കില്ല എന്നറിയാം. അതുകൊണ്ട് തന്നെ മുഹമ്മദ് കുട്ടി അത് വേണ്ടെന്ന് വെച്ചു. കാരണം ഉമ്മയെയും ബാപ്പയെയും വാക്കുകൊണ്ട് പോലും വിഷമിപ്പിക്കാൻ ആ ബാലന് ആഗ്രഹമുണ്ടായില്ല. തൻ്റെ ആഗ്രഹങ്ങൾ തന്നിലൂടെ വളർന്നു വരും, അത് തൻ്റെതായിട്ടുള്ള സാമ്രാജ്യം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള വിശ്വാസം മമ്മൂട്ടിക്കുണ്ടായിരുന്നു. അങ്ങനെ പഠിക്കുന്നു, SLC വരെ എത്തുന്നു. SSLCക്ക് മമ്മൂട്ടി കൂടുതൽ കലാരംഗത്ത് സ്കൂളിൽ സജീവമാകുന്നു. അവിടെ സാഹിത്യ പ്രവർത്തനം, ഈ എഴുത്ത്, 3 മാസികകളുടെ പത്രാധിപരായിട്ടാണ് SLC കംപ്ലീറ്റ് ചെയ്യുന്നവരെ മമ്മൂട്ടി സജീവമായത്. അപ്പൊ കലാരംഗത്ത് സാഹിത്യരംഗത്ത് സജീവമായി പ്രവർത്തിക്കുമ്പോൾ തന്നെ പഠിച്ച് മിടുക്കനാവണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് SSLC കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, എവിടെ പഠിക്കണം എന്ന് ചിന്തിച്ചത്. അപ്പൊ പല കൂട്ടുകാരും പറഞ്ഞു, ഇടാ SSLC കഴിഞ്ഞാൽ എറണാകുളത്തെ പഠിക്കാൻ പാടുള്ളൂ, അവിടെ മഹാരാജാസ് എന്നൊരു കോളേജുമുണ്ട്. എന്റെ പൊന്നു സുഹൃത്തേ, ആ മഹാരാജാസിൽ പഠിക്കുന്നതാണ് ഓരോ വിദ്യാർത്ഥിക്കും അഭിമാനം. ഒന്നാമത് അതൊരു മിക്സഡ് കോളേജാണ്, അടിച്ച് പൊളിച്ച് നടക്കാം. അതുകൊണ്ട് ഉഴപ്പാൻ പാടില്ല, മാർക്ക് നന്നായിട്ട് വാങ്ങണമെന്ന് പറഞ്ഞു. അപ്പൊ മഹാരാജാസ് കോളേജിലേക്ക് PDE പഠിക്കണം എന്ന ആഗ്രഹത്തോടെയാണ് മമ്മൂട്ടി SSLC പരീക്ഷ എഴുതാൻ പോയത്. പരീക്ഷ എഴുതി പാസ്സായി കഴിഞ്ഞപ്പോ ചെമ്പിനടുത്ത് ഏറ്റവും എടുത്തു കൊണ്ടു പോകാവുന്ന സ്ഥലങ്ങളാണ് ചേർത്തലയിലെ കോളേജ്. അപ്പൊ അവിടേക്ക് ദിവസം വന്നു പോകാം. പക്ഷെ മമ്മൂട്ടി സമ്മതിച്ചില്ല. മമ്മൂട്ടിയുടെ മനസ്സ് മുഴുവൻ മഹാരാജാസ് കോളേജിലായിരുന്നു. അവിടെ അപേക്ഷിച്ചു, 3-4 കോളേജിൽ വേറെ അപേക്ഷിച്ചു. പക്ഷെ ഇവിടങ്ങളിൽ ഒന്നിലും കിട്ടിയില്ല. മഹാരാജാസിന്റെ അടുത്ത് ചെല്ലാൻ പോലും കഴിഞ്ഞു. കാരണം 50% മാർക്കേ ഉണ്ടായിട്ടുള്ളൂ. ഈ 50% മാർക്ക് വെച്ചുകൊണ്ട് മഹാരാജാസ് കോളേജിന്റെ പടി പോലും കാണാൻ പറ്റില്ല എന്ന് മനസ്സിലായി എന്നുള്ളതാണ്. പിന്നെ എവിടേക്ക് പോകും? ചേർത്തല കോളേജിലേക്ക് പോകാൻ ഒരു താല്പര്യം ഉണ്ടായില്ല. ഇപ്പോൾ PDEക്ക് പറ്റിയില്ലെങ്കിലും ഡിഗ്രിക്കെങ്കിലും മഹാരാജാസ് കോളേജായിരുന്നു മമ്മൂട്ടിയുടെ സ്വപ്നം. തന്റെ സ്വപ്നം സഫലമാക്കുന്നതിന് വേണ്ടി കൂടുതൽ ശക്തിയോടെ, കൂടുതൽ മിടുക്കോടെ പഠിച്ച് PDEക്ക് കൂടുതൽ മാർക്ക് വാങ്ങുമെന്ന് മമ്മൂട്ടി മനസ്സിലൊരു ശപഥം ചെയ്തു. ഈ ശപഥം ചെയ്തെങ്കിലും ഈ മാർക്ക് വെച്ചുകൊണ്ട് എറണാകുളത്ത് ഒരു കോളേജിലും അഡ്മിഷൻ കിട്ടില്ല എന്ന് മനസ്സിലായി. അവസാനം മൂസ എ ബക്കർ എന്നുള്ള അധ്യാപകൻ, ചരിത്ര പണ്ഡിതൻ, ഇടപെട്ടുകൊണ്ട് തേവര കോളേജിൽ ഒരു സീറ്റ് കിട്ടുമെന്ന് ഉറപ്പാക്കി. തേവരയെങ്കിൽ തേവര, എറണാകുളത്താണല്ലോ, തേവരയിൽ നിന്ന് മഹാരാഷ്ട്രയിലേക്ക് അധികം ദൂരമില്ല. എന്തായാലും തന്റെ ആഗ്രഹം സഫലമാക്കുന്നതിന് വേണ്ടി തേവര കോളേജിൽ ചേർന്ന് പഠിക്കാൻ തീരുമാനിച്ചു. തേവര കോളേജിൽ വേറെ പ്രത്യേകതയുണ്ട്. തന്റെ കൂടുതൽ പേരും അവിടെ ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. അപ്പൊ മുഹമ്മദ് കുട്ടി ആലോചിച്ചു, ഹോസ്റ്റൽ ജീവിതം ഒന്ന് അടിച്ച് പൊളിച്ച് ആസ്വദിക്കണം, ഹോസ്റ്റലിൽ താമസിക്കാം, സിനിമ കാണാം, കൂട്ടുകാരോടൊപ്പം അടിച്ച് പൊളിച്ച് നടക്കാം എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ടാണ് തന്റെ ഈ ആഗ്രഹം വീട്ടിൽ പറഞ്ഞത്. വീട്ടിൽ പറഞ്ഞപ്പോ ഉമ്മയും ബാപ്പയും പറഞ്ഞു, മോനെ രാവിലെ വീട്ടിൽ നിന്ന് പോയി വൈകിട്ട് തിരിച്ചു വന്നാൽ മതി, ഹോസ്റ്റലിൽ പോയി താമസിച്ചുകൊണ്ട് എന്റെ മോൻ ചീത്തയാകരുത്, നിന്നെ പഠിക്കാനാണ് വിടുന്നത്, ആ ജോലി കഴിഞ്ഞ് നീ വളർന്നു വരുമ്പോൾ നിനക്ക് ഇഷ്ടം പോലെ ജീവിക്കാം, ഇപ്പൊ എന്തായാലും ഉമ്മയും ബാപ്പയും പറയുന്നത് മാത്രം അനുസരിച്ചാൽ മതി, ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കാൻ പറ്റില്ല എന്ന് ഇരുവരും നിർബന്ധമായി പറഞ്ഞു. മമ്മൂട്ടി മുഹമ്മദ് കുട്ടി എതിർത്ത് പറഞ്ഞില്ല. കാരണം ഉമ്മയും ബാപ്പയും പറയുന്നതനുസരിച്ച് പഠിക്കാൻ തന്നെ തീരുമാനിച്ചു. പക്ഷെ അവിടെ ഒരു ബുദ്ധി പ്രയോഗിച്ചു. ചെമ്പിൽ നിന്നും എറണാകുളത്തേക്ക് 2-3 ബസ്സുകൾ മാത്രമേ പോകാറുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ആ ബസ്സിനനുസരിച്ച് മാത്രമേ പോകാനും വരാനും കഴിയുമായിരുന്നല്ലോ. അതുകൊണ്ട് മുഹമ്മദ് കുട്ടി എന്ത് തീരുമാനിച്ചു? സിനിമ കാണാൻ തീരുമാനിച്ചു. ചിലപ്പോഴൊക്കെ ക്ലാസ് കട്ട് ചെയ്ത് മാറ്റിക്ക് പോലും
മാറ്റി കാണാൻ പറ്റില്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് ഫസ്റ്റ് ഷോയ്ക്ക് പോരും. ഈ ഫസ്റ്റ് ഷോ കഴിഞ്ഞ് വരുമ്പോ ചെമ്പിലെത്തുമ്പോൾ ബസ് 10 മണിയാകും. അപ്പോ ഉമ്മയും ബാപ്പയും ചോദിച്ചു, ഇത് 10 മണി വരെ നീ എന്തെടുക്ക? ഞാൻ അവിടെ ബസ് കാത്തു നിൽക്കല്ലേ, 10 മണിക്കുള്ള ബസ്സിലേ ഇവിടെ എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് ഹോസ്റ്റലിൽ താമസിക്കാമെന്നുള്ളത്. ആ 10 മണിയായാലും കുഴപ്പമൊന്നുമില്ല, നീ 10 മണിക്ക് എത്തിയാൽ മതി, എന്നാലും ഹോസ്റ്റലിൽ നിന്നെ ഉദ്ദേശിക്കുന്നില്ല എന്ന്. അപ്പൊ ആ അടവും പരാജയപ്പെട്ടു. ശരി, അങ്ങനെയെങ്കിൽ ഈ ഇടയ്ക്കിടയ്ക്ക് സിനിമ കാണാം, ഒന്നരാടം സിനിമ കാണാം. വീട്ടിൽ നിന്ന് കൊടുത്തയക്കുന്ന പൈസ മിച്ചം പിടിച്ചുകൊണ്ട് ഒന്നരാടമായി മമ്മൂട്ടി, മുഹമ്മദ് കുട്ടി സിനിമ കണ്ടുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. ഒരു ദിവസം പരീക്ഷ എടുത്തപ്പോൾ 1-2 പരീക്ഷയൊക്കെ നന്നായിട്ട് എഴുതി. 3-ാമത്തെ ദിവസം പരീക്ഷ എഴുതാൻ ചെന്നപ്പോഴാണ് ഒരു പുതിയ സിനിമ റിലീസ് ചെയ്യുന്ന പറയുന്നത്. തന്റെ പ്രിയപ്പെട്ട നടൻ MGRന്റെയും ജയിലിന്റെയും സിനിമ അടിമപ്പൻ എന്നുള്ള സിനിമ തുടക്കം കൊടുക്കുകയാണത്. തുടക്കം നല്ല സിനിമ കാണുന്ന ഒരു വാശി ഉണ്ടായത് കൊണ്ട് ഒരു സംശയം, പരീക്ഷ എഴുതണോ സിനിമയ്ക്ക് പോകണോ എന്നുള്ളത്. പരീക്ഷ എഴുതിയാൽ മാത്രമേ ജയിക്കാൻ പറ്റുകയുള്ളൂ. സിനിമ പിന്നെയും കാണാം. പക്ഷേ ആദ്യത്തെ ദിവസം തന്നെ തന്റെ പ്രിയപ്പെട്ട നടന്റെ സിനിമ കാണണമെന്ന് തീരുമാനിക്കുന്നു. ഒടുവിൽ തീരുമാനമെടുത്തു, പരീക്ഷ പിന്നെ എഴുതാം, പോണെങ്കിൽ പോട്ടെ, തോറ്റാലും ഈ സിനിമ ഇന്ന് തന്നെ കാണണം. അങ്ങനെ മമ്മൂട്ടി പരീക്ഷ ഉപേക്ഷിച്ചുകൊണ്ട് MGRന്റെ സിനിമ കാണാൻ പോയി എന്നുള്ളതാണ്. സിനിമ കണ്ട് സന്തോഷവാനായി തിരിച്ച് ഇറങ്ങിയപ്പോഴാണ് മ്ലാനവതനായത്. പരീക്ഷ എഴുതിയില്ലെങ്കിൽ ഈ വീട്ടിൽ ചോദിച്ചാൽ എന്ത് പറയും? വീട്ടിൽ ചെല്ലുന്നു, പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു മോനെ എന്ന് ചോദിക്കുന്നു. 60% മാർക്കെങ്കിലും കിട്ടും ബാപ്പ എന്ന് പറയുന്നു. നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നൊരു കാര്യം, പേപ്പർ നോക്കുന്ന അധ്യാപകര് മാർക്ക് കിട്ടില്ലെങ്കിൽ എന്നെ കുറ്റം പറയരുതെന്ന് മമ്മൂട്ടി ഒരു മുൻകൂർ ജാമ്യം എടുക്കണം. അങ്ങനെ സന്തോഷപൂർവ്വം വീട്ടുകാരിയ്ക്കുന്നു. മകൻ നന്നായിട്ട് പരീക്ഷ എഴുതി. റിസൾട്ട് വന്നപ്പോ മമ്മൂട്ടി തോറ്റു. വീട്ടുകാർ ചോദിച്ചു, ഫസ്റ്റ് ക്ലാസ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് എങ്ങനെയാടാ തോറ്റത്? ഞാൻ പറഞ്ഞില്ലേ, ഒരു വിഷയത്തിന് ചില മാഷന്മാരെനിക്ക് മാർക്ക് കുറയ്ക്കുമെന്ന് പറഞ്ഞില്ലേ, അതാണ് സംഭവിച്ചത്. തൽക്കാലം പഠനം ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നു. മഹാരാജ് കോളേജ് സ്വപ്നത്തിൽ മാത്രമായി നിൽക്കുന്നു. അപ്പോ മുഹമ്മദ് കുട്ടി ആലോചിച്ചു, ഇനി തൽക്കാലം എന്തെങ്കിലും ജോലിക്ക് പോയാലോ? ജോലിക്ക് പോകുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അകന്ന ബന്ധത്തിൽപ്പെട്ട ആൾക്ക് ഒരു ഷോപ്പുണ്ട്, അവിടെ നിൽക്കാം. അങ്ങനെ വീടുകൾ തോറും കയ്യിലിറങ്ങി സാധനങ്ങൾ വിൽക്കുന്ന ഒരു ജോലിക്ക് മുഹമ്മദ് കുട്ടിയെ നിയമിക്കുന്നു. ആദ്യം ജോലി എന്ന് കേട്ടപ്പോൾ സന്തോഷമായിരുന്നു. പക്ഷെ ആ ജോലി അറിഞ്ഞപ്പോഴാണ് വിഷമിച്ചത്. നട്ടുവെയിലത്ത് വീടുകൾ തോറും കയ്യിലിറങ്ങി സാധനങ്ങൾ വിൽക്കുന്നതായിരുന്നു മുഹമ്മദ് കുട്ടിക്ക് കൊടുത്ത ജോലി. വിയർത്തൊലിച്ച് വെയിൽ കൊണ്ട് വയ്യ എന്ന് പറഞ്ഞു കുട പോലും ഇല്ല. അങ്ങനെ വീട് കയറിയിറങ്ങിയപ്പോ ഈ ജോലി പറ്റില്ല എന്ന് തീരുമാനിച്ചു. പക്ഷെ പെട്ടെന്ന് പിൻവാങ്ങിയാൽ താൻ ഒരു ജോലിക്കും അർഹനല്ല എന്ന് തോന്നുന്നുണ്ടാവും. ആദ്യം ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ഇങ്ങനെ പോയാൽ ഞാൻ ആകെ തളർന്നു വീഴും, എന്റെ വെളുത്ത ശരീരം കരുവാളിച്ച് തന്നെ തുടങ്ങി, എനിക്ക് ഈ ജോലി വേണ്ട ഉമ്മ എന്ന് പറയണത്. ഉമ്മ അത് ബാപ്പയോട് പറയുന്നു. ബാപ്പ പറയുന്നു, നിനക്കിഷ്ടമുണ്ടായിട്ടില്ലേ പോയത്, ഒരു കാര്യം ചെയ്തി, നീ അത് അവസാനിപ്പിച്ചോ. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പ് തരണം, നീ പഠിച്ച് പാസ്സാകണം, നല്ല മാർക്ക് നേടണം എന്നുള്ള ഉറപ്പ് തന്നാൽ ഈ ജോലി നിർത്താം. മുഹമ്മദ് കുട്ടി ആലോചിച്ചു, ശരിയാണ്, നമുക്ക് മഹാരാജാസ് കോളേജിൽ പോകണമെങ്കിൽ തുടർന്ന് പഠിക്കണം. അതുകൊണ്ട് ബാപ്പയ്ക്ക് ഉറപ്പ് കൊടുത്തു, ഞാൻ തുടർന്ന് പഠിക്കാം, ഈ ജോലി വേണ്ടെന്ന് വയ്ക്കുന്നു. അങ്ങനെ വെയിൽ കൊണ്ട് വീട് തോറും കയ്യിലിറങ്ങിയ ആ ജോലി മുഹമ്മദ് കുട്ടി തൽക്കാലം വേണ്ടെന്ന് വയ്ക്കുന്നു. ട്യൂഷന് പോകുന്നു. ട്യൂഷന് പോയി പഠിച്ച് നന്നായി പാസ്സാകുന്നു. ഇനി ഡിഗ്രിയാണ്. മമ്മൂട്ടി, അതായത് ഇനി നമ്മൾ മുഹമ്മദ് കുട്ടി എന്നുള്ളത് മമ്മൂട്ടിയിലേക്ക് പോകുന്നുള്ളതാണ്. ശരിക്കും മമ്മൂട്ടിയായി തീർന്നു മുഹമ്മദ് കുട്ടി. ആ മമ്മൂട്ടി ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടി, ഞാനിതാ പ്രിയപ്പെട്ടവരെ, മഹാരാജ് കോളേജിലെ വിദ്യാർത്ഥിനികളെ, ഞാനിതാ നിങ്ങളോടൊപ്പം ചേരാൻ വേണ്ടി എറണാകുളത്തെ മഹാരാജസിലേക്ക് വരുന്നു എന്ന് ആഹ്ലാദത്തോടെ പറയുന്നു. മഹാരാജസിൽ അഡ്മിഷന് അപേക്ഷിച്ചു. പക്ഷെ അവിടെയും ഒരു ചെറിയൊരു പ്രശ്നം, സാധാരണ വിഷയങ്ങൾക്കൊന്നും മമ്മൂട്ടിക്ക് ചേരാൻ പറ്റിയില്ല. അവസാനം നോക്കിയപ്പോ അറബിക്ക് പഠിക്കണമെങ്കിൽ ഒരു സീറ്റ് ഉണ്ട് അവിടെ. അങ്ങനെ അറബിക്ക് BA വേണമെങ്കിൽ ചേരാം. പക്ഷെ അറബിക്ക് BA ചേരാൻ മമ്മൂട്ടിക്ക് താല്പര്യമുണ്ടായില്ല.
പക്ഷേ ആ മഹാരാജാസിൽ പഠിക്കണമെങ്കിൽ അറബിയെങ്കിൽ അറബി. അങ്ങനെ മഹാരാജാസിന്റെ സ്വപ്നം സഫലമാക്കാൻ വേണ്ടി മമ്മൂട്ടി അറബിക്ക് BA എടുക്കുന്നു, അവിടെ ചേരുന്നു. അവിടെ ചേർന്ന് കഴിഞ്ഞപ്പോ ജീവിതത്തിന്റെ സ്റ്റൈല് മാറുന്നു, പഠനത്തിന്റെ സ്റ്റൈല് മാറുന്നു. മഹാരാജാസിന്റെ സ്വപ്ന രാജകുമാരനാകാൻ മമ്മൂട്ടി തീരുമാനിക്കുന്നു. വ്യത്യസ്ത കളറുള്ള ഡ്രസ്സിലിരിക്കുന്നു. ഏത് വേഷം കെട്ടിയാലും പെൺകുട്ടികളുടെ നായകനാകാൻ മമ്മൂട്ടി ആഗ്രഹിച്ചു. ആ ആഗ്രഹത്തിന് ചിറകം ഉറപ്പിക്കുന്നതിന് വേണ്ടി വ്യത്യസ്ത സ്റ്റൈലുള്ള ഫാഷനുകളിലേക്ക് മമ്മൂട്ടി നീങ്ങുന്നു.